وما النصر إلا من عند الله العزيز الحكيم. السلام عليكم ورحمة الله. ഒരു മുസ്ഹഫ് എടുത്തിരുന്നാൽ സൗകര്യമായിരിക്കും. ക്ലാസ്സിനിരിക്കുന്നവരെല്ലാവരും സൂറത്തുൽ ഖദർ എടുക്കുക. بسم الله الرحمن الرحيم. الحمد لله وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ദഅവത്ത് ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു പിരിവിവിടെ എടുക്കുന്നതായി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അതിൽ സഹകരിക്കണം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തു അൽ ബയ്യിന എന്ന തഫ്സീറാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് സൂറത്തു അൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറത്തിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ സൂറത്ത് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള സൂറത്താണ്. സൂറത്തുൻ മക്കിയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾക്കാണ് മക്കിയായ സൂറത്തുകൾ എന്ന് പറയുന്നത്. അല്ലാതെ മക്ക നാട്ടിൽ വെച്ച് ഇറങ്ങിയതൊക്കെ മക്കിയ, മദീന നാട്ടിൽ വെച്ച് ഇറങ്ങിയതൊക്കെ മദനിയ, അങ്ങനെയല്ല. കാരണം ചില സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരിക്കെ അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ മദനിയിലാണ് അത് എണ്ണപ്പെടുക. അതിൽ വളരെ പ്രസിദ്ധമായ ആയത്താണ് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഏത് സൂറത്തിലാണ്? സൂറത്തോ വളരെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം പഠിപ്പിക്കുന്ന ആയത്താണത്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. നമ്മൾ ബിദ്അത്തിനെതിരെ വളരെ ശക്തമായി പറയുന്ന തെളിവാണ് ആയത്ത്. ഏത് സൂറത്തിലാണ്? അൽ മാഇദ. എത്രാമത്തെ ആയത്താണ്? മൂന്നാമത്തെ ആയത്താണ്. മൂന്നാമത്തെ ആയത്തിലെ ഒരു ഭാഗമാണത്. ആ ആയത്തിനെ കുറിച്ചാണ് ഒരു യഹൂദി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞത്, ആയത്തുൻ ഫീ കിതാബികും തഖറഊനഹ ലൗ അലൈനാ മഅ്ശറൽ യഹൂദി നസലത് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദാ. നിങ്ങളുടെ ഖുർആനിലെ ഒരു ആയത്ത്, അത് ഞങ്ങൾ യഹൂദ സമുദായത്തിനായിരുന്നു ഇറങ്ങിയതെങ്കിൽ ഞങ്ങൾ ആ ദിവസം ഒരു ഈദാക്കി ആഘോഷിക്കുമായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏതായത്താണ്? അയ്യു ആയ? അപ്പോൾ ഒന്നാൾ പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. നിങ്ങളുടെ ദീൻ എൻ്റെ അനുഗ്രഹം. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇസ്ലാം നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ് നമ്മുടെ ദീൻ. എന്തൊക്കെ വിശ്വസിക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഒഴിവാക്കണം എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നത് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്താണ് സഹോദരങ്ങൾ. അതല്ലെങ്കിൽ നമ്മൾ ഇരുട്ടിലായേനെ. അള്ളാഹുവിൻ്റെ നിഅമത്താണ് അള്ളാഹു നമ്മിലേക്ക് ഒരു റസൂലിനെ അയച്ചു, അള്ളാഹു നമ്മിലേക്ക് ഒരു കിതാബ് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞത്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും. അള്ളാഹു മുഅ്മിനുകൾക്ക് നിഅമത്ത് നൽകിയിരിക്കുന്നു, മിന്നത്ത് ചൊരിഞ്ഞിരിക്കുന്നു അവരിലേക്കൊരു റസൂലിനെ അയച്ചതിലൂടെ.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിലായിരിക്കെയാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്, മക്കയിലാണ്. പക്ഷെ ആ ആയത്ത് ഏതിലാണ് കൂട്ടുക? മദനിയിലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയ്ക്ക് ശേഷം റസൂൽ രണ്ടാമതും മക്കയിലേക്ക് വന്നപ്പോഴാണ് ഇറങ്ങിയിട്ടുള്ളത്. അതാണ് ആ തഖ്സീം, ആ വേർതിരിവിന്റെ മാനദണ്ഡം അങ്ങനെയാണ്. ഈ ചോദിച്ച വ്യക്തി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഈ ചോദ്യം ചോദിച്ച യഹൂദി, അദ്ദേഹം പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട്. കഅബുൽ അഹ്ബാർ എന്ന പേരിൽ വളരെ അറിയപ്പെട്ട ആളാണ്. അദ്ദേഹത്തെ താബിഈകളുടെ കൂട്ടത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ അദ്ദേഹം ജീവിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല, റസൂലുള്ളാഹിനെ കണ്ടിരുന്നില്ല, വേറെ നാട്ടിലായിരുന്നു. പിന്നീട് ഉമറിന്റെ കാലത്താണ് അദ്ദേഹം വരുന്നതും മുസ്ലിമാകുന്നതും. കഅബുൽ അഹ്ബാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പഴയ വേദങ്ങൾ അദ്ദേഹം പഠിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് കള്ളക്കഥകൾ അദ്ദേഹത്തിന്റെ പേരിൽ പിൽക്കാലത്ത് കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, പഴയ വേദത്തിൽ നിന്ന് അദ്ദേഹം പഠിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു എന്ന നിലക്ക്. അദ്ദേഹം മഹാനായ താബികളിൽപ്പെട്ട ആളാണ്, കഅബുൽ അഹ്ബാർ. ഈ സൂറത്ത് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്, സൂറത്തുൽ അൽ ഖദർ. 5 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. നമ്മളേവരും മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ലൈലത്തുൽ ഖദർ ആണ് ഈ സൂറത്തിലെ വളരെ പ്രാധാന്യത്തോടെ പഠിപ്പിക്കപ്പെട്ട വിഷയം. അല്ലാഹു പറയുന്നു, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ക്ലാസ്സിനിരിക്കുന്നവരൊന്ന് അടുത്തിരുന്ന സൗകര്യമായിരിക്കും. നിങ്ങൾ അതിൻ്റെ ഇടയിൽ എണീറ്റ് പോയാൽ കുഴപ്പമൊന്നുമില്ല. ചില ആളുകൾ അങ്ങനെ വിചാരിക്കും, ഒന്ന് പോകേണ്ട ഒരു ഇടക്ക്, അപ്പം അടുത്തിരുന്ന് അങ്ങനെ ഇപ്പം എണീറ്റ് പോവുക എന്ന് വിചാരിച്ചിട്ടാലും ദൂരെ ഇരിക്കണമെന്നില്ല. ഇടക്ക് നിങ്ങൾ പോയാൽ കുഴപ്പമൊന്നുമില്ല, ആവശ്യമുള്ള ആളുകൾ. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഇന്ന തീർച്ചയായും നാം, അൻസൽനാഹു നാം ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. അൻസല എന്ന് പറഞ്ഞാൽ ഇറക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. നസല എന്ന് പറഞ്ഞാൽ ഇറങ്ങി എന്നാണ് അർത്ഥം. അൻസല ഇറക്കി, നസലയോ ഇറങ്ങി. അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. ജലസ, എന്താ ജലസന്റെ അർത്ഥം എല്ലാവർക്കും അറിയാലോ, ഇരുന്നു. അജ്ലസ എന്ന് പറഞ്ഞാലോ ഇരുത്തി എന്നാണ്. ജലസ ഇരുന്നു, അജ്ലസ ഇരുത്തി. ഖറഅ എന്താണ് അർത്ഥം? വായിച്ചു, ഓതി. ആ ഖറഅ എന്ന് പറഞ്ഞാലോ ഓതിപ്പിച്ചു എന്നാണ്, വായിപ്പിച്ചു, പഠിപ്പിച്ചു എന്നൊക്കെയാണ്. അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. ഇപ്പോൾ ഹദറ, ഹദറ എന്താണ്? ഹാദിറ, ഹദറ വന്നു. എന്നാൽ അഹ്ലറ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു എന്നാണ്. ഹദറ വന്നു, അഹ്ലറ കൊണ്ടുവന്നു. അതുപോലെ കാമ എന്താണ്? കാമ നിന്നു. ആ കാമ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിർത്തി എന്നാണ്. പിടിച്ച് ഒരാളെ നിർത്തി എന്നർത്ഥം. ഹസുന നന്നായി. അഹ്സന എന്ന് പറഞ്ഞാലോ നന്നാക്കി. അൻസല ഇറക്കി. നസല എന്താണ്? ഇറങ്ങി. ഇന്ന അൻസൽനാഹു നാം ഇതിനിറക്കി ഫീ ലൈലത്തുൽ ഖദർ ഖദറിന്റെ രാത്രിയിൽ. ഫീ ലൈലത്ത് എന്താണ് അർത്ഥം? രാത്രി. അൽ ഖദർ, ഖദർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരുപാട് അർത്ഥം അതിനുണ്ട്. ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥം, അതിന് ആ പേര് വരാനുള്ള കാരണം ഉലമാക്കൾ പറയുന്നത്, ഒന്ന് അത് ഖദറുള്ള രാത്രിയാണ്. അത് വളരെ മൂല്യവത്തായ, അള്ളാഹുവിങ്കൽ വളരെ വിലപ്പെട്ട ഒരു രാത്രിയാണ്. അതുകൊണ്ടാണ് അള്ളാഹു ആ അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. വമാ ഖദറുല്ലാഹ ഹഖ ഖദരി. അള്ളാഹുവിന് അവർ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയിട്ടില്ല. അള്ളാഹുവിന് കണക്കാക്കേണ്ട മൂല്യം അവർ കണക്കാക്കിയിട്ടില്ല. അള്ളാഹുവിങ്കൽ വലിയ മൂല്യമുള്ളതാണ് ഈ രാത്രി. അതുപോലെ തന്നെ ഒരു വർഷത്തേക്കുള്ള കണക്കുകൾ, റിസ്ക്, ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും ഈ രാത്രിയിൽ കണക്കാക്കപ്പെടുന്നു എന്നാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാം ആദ്യമേ കണക്കാക്കിയിട്ടുണ്ട്. മുമ്പ്
അവൻ്റെ കിതാബിൽ, ഉമ്മുൽ കിതാബ് എന്നറിയപ്പെടുന്ന ലൗഹുൽ മഹ്ഫൂദിൽ. എന്നാൽ അത് കൂടാതെ മറ്റു ചില കണക്കുകൾ കൂടിയുണ്ട്. അതിൽപ്പെട്ടതാണ് ഒരു കുട്ടി അതിന് 4 മാസം ആയാൽ മലക്കുകൾ വരികയും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് അതിന് ചില കണക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ആണാണോ പെണ്ണാണോ, അതുപോലെ തന്നെ അതിൻ്റെ റിസ്ക് എന്തൊക്കെ, മരിക്കുന്നവർ എന്തൊക്കെ തിന്നും, അമൽ എന്തൊക്കെ പ്രവർത്തിക്കും, അജൽ എത്രയാണ് ആയുസ്, അതുപോലെ ഷഖിയുൻ അം സഈദുൻ, ദൗർഭാഗ്യവാനാണോ സൗഭാഗ്യവാനാണോ, സ്വർഗത്തിലാണോ നരകത്തിലാണോ, ഇതൊക്കെ ഉമ്മാന്റെ വയറ്റിൽ നമ്മളായിരിക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അള്ളാഹു മുമ്പേ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവന്റെ ലൗഹുൽ മഹ്ഫൂദ്. അതിൽ മാറ്റമുണ്ടാവുകയില്ല. എന്നാൽ ബാക്കിയുള്ള ഇതുപോലെയുള്ള ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഉമ്മാന്റെ വയറ്റിൽ വെച്ച് രേഖപ്പെടുത്തുന്നത് അള്ളാഹു അവൻ ഉദ്ദേശിച്ചാൽ മാറ്റും എന്നാണ്. അതാണ് സൂറത്തു അർ-റഅദിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞിട്ടുള്ളത്. യംഹുല്ലാഹു മാ യശാഉ വയുസ്ബിത് വഇൻദഹു ഉമ്മുൽ കിതാബ്. യംഹുല്ലാഹു മാ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് മായ്ച്ചു കളയുന്നു. വയുസ്ബിത്, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ നിലനിർത്തുന്നു. വഇൻദഹു ഉമ്മുൽ കിതാബ്, അവന്റെ കയ്യിലാകുന്നു ഉമ്മുൽ കിതാബ് ഉള്ളത്, അതാണ് ലൗഹുൽ മഹ്ഫൂദ്. അതിൽ മാറ്റമില്ല. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ദുആ മുഫസ്സിറുകൾ ഉദ്ധരിച്ചത് കാണാം. എന്താണ് ഉമർ ദുആ ചെയ്തിരുന്നത്? അല്ലാഹുമ്മ ഇൻ കുൻത ഖദ് കതബ്തനി ശഖിയൻ ഫംഹു ദാലിക വക്തുബ്നി സഈദ. അല്ലാഹുവേ, നീ എന്നെ ഷഖിയാണ് ദൗർഭാഗ്യവാനാണ് എന്നാണ് രേഖപ്പെടുത്തിയതെങ്കിൽ ഫംഹു ദാലിക, അല്ലാഹുവേ നീ ഇത് മായ്ച്ചു കളയണേ. വക്തുബ്നി സഈദ, എന്നിട്ട് എന്നെ സൗഭാഗ്യവാൻ എന്ന് രേഖപ്പെടുത്തണമേ. അതിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ മാറ്റം വരുത്തും. എന്നാൽ അള്ളാഹുവിന്റെ ഉമ്മുൽ കിതാബിന് മാറ്റമില്ല. അപ്പോൾ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പല കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ കുടുംബബന്ധം ചേർത്താൽ ആയുസ് വർദ്ധിക്കും, അതുപോലെ റിസ്ക് കൂടും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഉമ്മുൽ കിതാബിൽ മാറ്റം വരുമെന്നാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്? ഒരിക്കലുമല്ല. മറിച്ച് എന്താണ്, നമ്മുടെ ആയുസ്, നമ്മുടെ റിസ്ക് ആദ്യം ഇത്രയാണ് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കുടുംബബന്ധം ചേർക്കും, അല്ലെങ്കിൽ ദുആ ചെയ്യും, എന്നിട്ട് ഇത്ര അതിന് വർധനവുണ്ടാകും, അതും അള്ളാഹു മുമ്പേ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. എൻ്റെ ആദ്യ ആയുസ് ഇത്രയാണ്, പിന്നെ ഇവൻ ദുആ ചെയ്യും, അല്ലെങ്കിൽ ഇവൻ കുടുംബബന്ധം ചേർക്കും, അത് മുഖേന ഇവന്റെ ആയുസ് ഇത്രയും കൂടും, അതും അള്ളാഹു റബ്ബുൽ ആലമീൻ മുമ്പേ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. അത് ഖദാ വൽ ഖദർ, അത് പ്രത്യേകം നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ആ നിലക്ക് ഖദർ തീരുമാനിക്കപ്പെടുന്ന, ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന എന്ന അർത്ഥത്തിലും, അതുപോലെ അള്ളാഹുവെങ്കിൽ മൂല്യമുള്ള രാത്രിയാണ് ഇത് എന്ന അർത്ഥത്തിലുമാണ് അതിന് ലൈലത്തുൽ ഖദർ എന്ന് പേര് വന്നിട്ടുള്ളത്. തീർച്ചയായും ഇതിനെ, അഥവാ ഏതിനാണ്, ഖുർആനിനെ നാം അവതരിപ്പിച്ചിരിക്കുന്നു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൽ. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, നിനക്കറിയുമോ ലൈലത്തുൽ ഖദർ എന്താണെന്ന്? ഖുർആനിൽ നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ള ചെറിയ സൂറത്തുകളിലൊക്കെ വമാ അദ്റാക എന്ന് അള്ളാഹു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വലിയ സ്ഥാനമാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ, നിനക്കെന്തറിയാം ഖാരിഅ എന്താ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? അതിന്റെ മഹത്വം സൂചിപ്പിക്കാനാണ് ഈ പ്രയോഗം അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രയോഗിക്കുന്നത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്താണെന്ന് നീ അറിയുമോ? വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ അത് ഖൈറുൻ, ഖൈറാകുന്നു, ഉത്തമമാകുന്നു, മിൻ അൽഫി ഷഹ്റിൻ. എന്താ അർത്ഥം? 1000 മാസത്തേക്കാൾ. 1000 മാസം ഏകദേശം എത്ര വർഷം ഉണ്ടാവും? 80ഓളം വർഷം, 80-അടുപ്പിച്ച് വർഷം. മിൻ അൽഫി ഷഹ്റിൻ, ഷഹർ എന്ന് പറഞ്ഞാൽ മാസം എന്നാണ് അതിൻ്റെ അർത്ഥം. ഷഹർ മാസം, അൽഫ് എന്ന് പറഞ്ഞാൽ 1000. നമ്മൾ ഒന്നാമത്തെ അക്ഷരത്തിന് നമ്മൾ പറയുന്നത് എന്താണ്?
അത് അലിഫുൻ എന്നാണ്. ഇതെന്താണ്? അൽഫുൻ. അത് ലാമിന് കെസറാണ്. അലിഫുൻ ബാഉൻ താഉൻ. ഇത് അൽഫുൻ. അൽഫി ഷഹരിൻ, 1000 മാസത്തേക്കാൾ. തനസ്സലുൽ മലായിക, തനസ്സലു എന്ന് പറഞ്ഞാൽ ഇറങ്ങും എന്നാണ് അതിൻ്റെ അർത്ഥം. തനസ്സല യതനസ്സലു, തനസ്സലു എന്നാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. പക്ഷേ തനസ്സലു എന്നത് ചില സന്ദർഭത്തിൽ ഒഴിവാക്കിയിട്ടാണ്, ഒരു താ ഒഴിവാക്കിയിട്ടാണ് എന്ത് പറയുന്നത്? തനസ്സലു എന്ന് പറയും. ശരിക്കും അത് എങ്ങനെയാണ് വേണ്ടത്? തനസ്സലു എന്നാണ് വേണ്ടത്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അത് ഒഴിവാക്കാറുണ്ട്. തനസ്സലുൽ മലായിക, അത് ചില നഹ്വ് അറിയുന്ന ഗ്രാമർ അറിയുന്ന ആളുകൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും, എന്താണ് ഈ തനസ്സലു എന്ന് പറഞ്ഞാൽ? തനസ്സലു എന്നൊരു പ്രയോഗം പൊതുവെ നമ്മൾ ഭാഷയിൽ പഠിക്കുമ്പോൾ കാണുകയില്ല. മറിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ പരിശുദ്ധ ഖുർആനിൽ പ്രത്യേകമായി നടത്തിയ ചില പ്രയോഗങ്ങളിൽ പെട്ടതാണ് തനസ്സലു. തനസ്സലു എന്നതിൻ്റെ താഴ് ഒഴിവാക്കിയതാണത്. തനസ്സലുൽ മലായിക, മലക്കുകൾ ഇറങ്ങും. വറൂഹ്, എന്താണ് റൂഹ്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് റൂഹ് എന്ന് വിളിക്കുന്നത്. റൂഹുൽ ഖുദുസ് ആരാണ്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫ്ഫൻ ലാ യതകല്ലമൂൻ എന്ന് പറഞ്ഞ സൂറത്തുൻ നബയിൽ ആയത്തിലും ഇത് വന്നിട്ടുണ്ട്. റൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. മലായികത്ത് എന്ന് പറഞ്ഞതിൽ ജിബ്രീൽ പെടുകയില്ലേ? ജിബ്രീൽ പെട്ടു. പക്ഷേ അല്ലാഹു റബ്ബുൽ ആലമീൻ ജിബ്രീലിനെ വീണ്ടും പറയുന്നു. അത് അള്ളാഹുവിൻ്റെ ഒരു പ്രയോഗമാണ്. ഞാൻ മുമ്പ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ട് ആദ്യം ആമ്മ പറയും, പിന്നെ അതിൽ നിന്ന് ഖാസ് സൂചിപ്പിക്കുക. ഏതുപോലെ വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുത്തുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിം. കഴിഞ്ഞ സൂറത്ത് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനല്ലാതെ. പിന്നീട് അതേ ആയത്തിൽ അള്ളാഹു പറഞ്ഞു യുഖീമുസ് സ്വലാ, നമസ്കാരം അത് നിലനിർത്താനല്ലാതെ. നിസ്കാരം ഇബാദത്തല്ലേ? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരം പെട്ടു, സകാത്ത് പെട്ടു. പക്ഷെ അള്ളാഹു അത് വീണ്ടും പറയുന്നു, അത് അള്ളാഹുവിൻ്റെ ഒരു പ്രയോഗമാണ്. ആമ പറയുക, പൊതുവായി പറയുക, എന്നിട്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടത് പിന്നീട് എടുത്തു പറയും. മലക്കുകളിൽ ഏറ്റവും ഉന്നത സ്ഥാനം ആർക്കാണ്? മലക്കുൽ വഹി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. വഹി ഏൽപ്പിക്കപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്. അപ്പോൾ വഹിയുടെ പ്രാധാന്യം, അതിൻ്റെ ശ്രേഷ്ഠതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വഹിയാണ് നമ്മുടെ ഖൽബിന് ജീവൻ നൽകുന്നത്. ഒരു മനുഷ്യൻ അവൻ ഹയ്യാകുന്നത്, അവൻ ജീവനുള്ളവനാകുന്നത് അവൻ ഖുർആനും ഹദീസും അത് എത്രത്തോളം അവൻ സ്വീകരിച്ചിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടാണ്. അല്ലെങ്കിൽ അവൻ്റെ ഖൽബ് ചത്തുപോയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതുപോലെ മസലുൽ ലദീ യദ്കുറു റബ്ബ വല്ലദീ ലാ യദ്കുറു റബ്ബ കമസലിൽ ഹയ്യി വൽ മയ്യിത്ത്. റബ്ബിനെ ഓർക്കുന്നവന്റെയും റബ്ബിനെ ഓർക്കാത്തവന്റെയും ഉദാഹരണം ആരെപ്പോലെയാണ്? മരിച്ചവനെ, ജീവിച്ചിരിക്കുന്നവനെയും മരിച്ചവനെയും പോലെയാണ് എന്ന് പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ ഖൽബിന് യഥാർത്ഥത്തിൽ റൂഹ് നൽകുന്നത് വഹിയിലൂടെയാണ്. പരിശുദ്ധ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ. ഈ ലോകത്ത് ജീവൻ കിട്ടുന്നത് അല്ലാഹു റബ്ബുൽ ആലമീൻ മഴ വർഷിപ്പിക്കുന്നത് മുഖേനയാണ്. ആ മഴ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത് ഏത് മലക്കിനാണ്? ഏത് മലക്കിനാണ്? മീകായിൽ അലൈഹിസ്സലാം. ഇനി രണ്ടാമത് നമ്മളൊക്കെ മരിച്ചതിന് ശേഷം വീണ്ടും ജീവൻ ലഭിക്കുന്നത് ഇസ്രാഫീൽ എന്ന മലക്ക് കാഹളത്തിൽ ഊതുന്നതിലൂടെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 ജീവനുകൾ, റൂഹിന്റെ ജീവനായ വഹി, ഭൂമിയുടെ ജീവനായ മഴ, അതുപോലെ രണ്ടാമത്തെ ജീവിതം എല്ലാവർക്കും ലഭിക്കുന്ന ആ ഊത്ത്, ഇത് 3 ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ, ആ മലക്കുകളുടെ റബ്ബായ അല്ലാഹു റബ്ബുൽ ആലമീനെ പ്രത്യേകം വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുള്ളത്. തഹജ്ജുദിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാരംഭ പ്രാർത്ഥനയായി ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ റബ്ബ ജബ്രായീൽ വമീകായീൽ വഇസ്രാഫീൽ ഫാത്തിറസ് സമാവാതി വൽ അർദ് ആലിമൽ ഗൈബി വശഹാദ أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما اختلف فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم. ജിബ്രീലിന്റെയും മീകായിലിന്റെയും ഇസ്രാഫീലിന്റെയും റബ്ബായ ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ
ഗൈബും ഷഹാദത്തും അറിയുന്നവനായ അല്ലാഹുവേ, നിന്റെ അടിമകൾക്കിടയിൽ അവരഭിപ്രായ വ്യത്യാസത്തിലായ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നവനാണ് നീ. അതുകൊണ്ട് ഇഹ്ദിനി ലിമാ ഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക്, അവർ അഭിപ്രായ വ്യത്യാസത്തിലായ വിഷയങ്ങളിൽ അല്ലാഹുവേ നീ എന്നെ ഹക്കിലാക്കണമേ. ഇന്നക തഹ്ദി മൻ തശാ ഇലാ സിറാത്തിൻ മുസ്തഖീം, നീ ഉദ്ദേശിക്കുന്നവരെ നീ നേരായ മാർഗത്തിലാക്കുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളും കുഴപ്പങ്ങളും ഫിത്നകളുമൊക്കെ വളരെയധികം കൂടിയ ഈ കാലത്ത് നമ്മൾ എന്നും ദുആ ചെയ്യേണ്ടതാണ്. അല്ലാഹുവേ നമ്മളെ ഹക്കിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മലക്കിനെ പ്രത്യേകം ഈ മലക്കുകൾ പറയാനുള്ള കാരണമായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് 3 ജീവനുകൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകൾ ഇവരാണ്. അവരുടെ റബ്ബായ അള്ളാഹുവിനെ അവരെയല്ല വിളിക്കുന്നത്, പിന്നെ ആരെയാണ്? അവരുടെ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വ തആല. തനസ്സലുൽ മലായികതു വറൂഹ്, മലക്കുകളും റൂഹും ഇറങ്ങുന്നതാണ്. ഫീഹാ, ഫീഹാ എന്ന് പറഞ്ഞാൽ അതിൽ, അഥവാ ഫീ ഹാദിഹി ലൈല, ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൽ ഇറങ്ങും മലക്കുകളും റൂഹ്. ആ മലക്കുകളിൽ പ്രധാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ബിഇദ്നി റബ്ബിഹിം, ഇദ്ൻ എന്ന് പറഞ്ഞാൽ അനുവാദം എന്നാണ് അതിന്റെ അർത്ഥം. ബിഇദ്നി റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അനുമതിയോടെ. മിൻ കുല്ലി അംരിൻ, എല്ലാ അമ്രുമായും. അമ്ർ എന്ന് പറഞ്ഞാൽ കൽപ്പന, കാര്യം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. എല്ലാ കാര്യവും കൊണ്ട് ഇറങ്ങും എന്ന് പറഞ്ഞാൽ ഈ ഖദർ, അതുപോലെ എല്ലാ ബറക്കത്തും, ഇതൊക്കെ കൊണ്ട് ഇറങ്ങുന്നതാണ് ഈ മലക്കുകൾ. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സലാമുൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സമാധാനം എന്നതിന് അർത്ഥമുണ്ട്, അതുപോലെ സുരക്ഷിതം എന്നർത്ഥമുണ്ട്. സലാമുൻ ഹിയ, ആ രാത്രി സുരക്ഷിതമാണ്. എന്തിൽ നിന്നൊക്കെ സുരക്ഷിതമാണ്? ഇൻഷാ അല്ലാഹ് ഇത് ഹദീസ് വായിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും. പല കാര്യങ്ങളിൽ നിന്നും സുരക്ഷിതമായ, അതുപോലെ സമാധാനമുള്ള രാത്രിയാകുന്നു അത്. ഹത്താ മത്ലഇൽ ഫജ്ർ. തലഅ എന്ന് പറഞ്ഞാൽ ഉദിച്ചു എന്നാണ് അർത്ഥം. തലഅ, മത്ലഅ എന്ന് പറഞ്ഞാൽ ഉദയ സമയം. ഉദയ സമയം വരേക്കും എന്ന് പറഞ്ഞാൽ മഗ്രിബ് മുതൽ, ലൈലത്തുൽ ഖദറിന്റെ മഗ്രിബ് മുതൽ അതിന്റെ സുബ്ഹ് വരേക്കും, പ്രഭാതം വരേക്കും അത് സമാധാനമായിരിക്കും, സുരക്ഷിതമായിരിക്കും. മത്ലഇൽ ഫജ്ർ, ഫജ്റിന്റെ, ഫജ്ർ എന്ന് പറഞ്ഞാൽ പ്രഭാതം, അതിന്റെ ഉദയം വരേക്കും. ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയ ശേഷം ഇൻഷാ അല്ലാഹ് ബാക്കി തഫ്സീറിലേക്ക് കടക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر. وما أدراك ما ليلة القدر. ليلة القدر خير من 1000 شهر. تنزل الملائكة والروح فيها. بإذن ربهم من كل أمر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. سلام هي حتى مطلع الفجر. ഈ ആയത്ത്, ഈ സൂറത്ത് ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ആദ്യം തന്നെ പറയുന്നു, ഇന്ന അൻസൽനാ, നാം ഇതിനെ അവതരിപ്പിച്ചു. ഇതിനെ എന്ന് പറഞ്ഞാൽ ഖുർആനെ. ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ,
അതിനെക്കുറിച്ച് തന്നെയാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞിട്ടുള്ളത് സൂറത്തു ദുഖാനിൽ, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, ഇതിനെ നാം അവതരിപ്പിച്ചിരിക്കുന്നു ബറക്കത്തുള്ള ഒരു രാത്രി. ഇപ്പോൾ ഖുർആനിൽ ഒരു സ്ഥലത്ത് ലൈലത്തുൽ ഖദ്ർ എന്നും മറ്റൊരു സ്ഥലത്ത് ലൈലത്തുൽ മുബാറക എന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിനെ ചില ആളുകൾ ഷഅബാനിലെ 15ാമത്തെ രാവാണെന്ന് പറയാറുണ്ട്. അത് ശരിയല്ല. മറിച്ച് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് റമദാനിലാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ തന്നെ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, റമദാനിലാണ് നാം ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് തന്നെയാണ് ലൈലത്തുൽ മുബാറക എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സഹോദരങ്ങൾ, നമുക്കെല്ലാവർക്കും അറിയാം, ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് ഒറ്റയടിക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയടിക്കാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്? അല്ല. മുശ്രിക്കുകൾ ചോദിച്ചു എന്നാണ്, ലൗലാ നുസില അലൈഹിൽ ഖുർആൻ ജുംലത വാഹിദ, എന്തുകൊണ്ടാണ് ഒറ്റയടിക്ക് ഇറങ്ങാത്തത്? അല്ലാഹു പറഞ്ഞു, അല്ല, കദാലിക ലിനുസബ്ബിത ബിഹി ഫുആദക വറത്തൽനാഹു തർതീലാ, അല്ല, നിന്റെ ഖൽബിന് ഉറപ്പ് തരാൻ നാം അങ്ങനെയാണ് ഖുർആൻ ഇറക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ഖുർആൻ അങ്ങനെ ഇറക്കിയതിന്റെ പിന്നിൽ പല പല ഹിക്മത്തുകളുണ്ട്. അല്ലാമ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഉസൂലുൻ ഫി തഫ്സീർ എന്ന തഫ്സീറിന്റെ അസ്ലുകൾ അത് പഠിപ്പിക്കുന്ന വളരെ ചെറിയ പുസ്തകം, അതിൽ വളരെ കാര്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് ഖുർആൻ ഇങ്ങനെ ഇറങ്ങാനുള്ള പല കാരണങ്ങൾ. അതിൽപ്പെട്ടതാണ്, ഒന്ന്, പല സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടക്കും. അതിന് ഓരോ സമയത്ത് അതിന് കണക്കായ പരിഹാരം അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു കൊടുക്കും. അതുപോലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിനുടനീളം ഓരോ കുഴപ്പങ്ങളും കൊണ്ടുവരും. അപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ അതിനനുസരിച്ചുള്ള നടപടി പരിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിക്കും. അതുപോലെ മുനാഫിക്കുകൾ പല പ്രശ്നവുമായി വരും. ഇങ്ങനെ ഓരോ സന്ദർഭത്തിൽ ആണ് അല്ലാഹു ഇറക്കിയിട്ടുള്ളത്. അതുപോലെ ഇസ്ലാമിന്റെ പല വിധികൾ, ഇപ്പൊ മദ്യം അത് നിരോധിക്കാന്ന് പറഞ്ഞാൽ ആ സമൂഹം അതിൽ ലയിച്ചു പോയ ആളുകളായിരുന്നു. അവരതിൽ നിന്ന് പടിപടിയായി വേണം മോചിപ്പിച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരിക്കലും അത് നടക്കുകയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദ്യം നിരോധിച്ചിരുന്നുവെങ്കിൽ അവരാരും അത് ഉപേക്ഷിക്കുമായിരുന്നില്ല. മറിച്ച് അവരിങ്ങനെ നടന്നു കുടിക്കും എന്ന നിലക്ക് അവരത് ചെയ്യുമായിരുന്നു. മറിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ ആദ്യം പറഞ്ഞു, ലാ തഖറബു സ്വലാത്ത വഅൻതും സുകാറ, നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് നിസ്കാരത്തിന് വരരുത്. അപ്പൊ എന്തായാലും 5 നേരം ഒഴിവായി. അതുപോലെ തന്നെ പിന്നീട് അല്ലാഹു പറഞ്ഞു, മദ്യത്തിൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ്, മദ്യത്തിൽ പാപം, വലിയ പാപമുണ്ട്, അതുപോലെ ജനങ്ങൾക്ക് ചില ഉപകാരമുണ്ട്. വ ഇസ്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ, അതിലെ ദോഷമാണ്, അതിലെ പാപമാണ് ഉപകാരത്തെക്കാളും കൂടുതൽ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാകും ഇതിൽ പാപമാണ് കൂടുതൽ. അപ്പോൾ എന്തായാലും പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല, അത് ഒഴിവാക്കലാണ് നല്ലത് എന്ന് ആളുകൾക്ക് മനസ്സിലാകും. പിന്നീട് അല്ലാഹു തീർപ്പ് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ ലഅല്ലകും തുഫ്ലിഹൂൻ. മദ്യം, ചൂതാട്ടം, അതുപോലെ പ്രശ്നക്കോലുകൾ വെച്ചുള്ള ഭാഗ്യപരീക്ഷണം, അതുപോലെ പ്രതിഷ്ഠകൾ, ഇതൊക്കെ പിശാചിന്റെ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. ഫജ്തനിബൂ, നിങ്ങളത് ഉപേക്ഷിക്കുക. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുവാൻ വേണ്ടി. ഇന്നമാ യുരീദു ശൈത്താനു അൻ യുഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംറി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാഹ് ഫഹൽ അൻതും മുൻതഹൂൻ. ശൈത്താൻ ഇതിലൂടെയൊക്കെ നിങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്, നിങ്ങളത് ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടോ എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ചോദിച്ചുകൊണ്ട് അത് പൂർണ്ണമായി ഒഴിവാക്കി. ഇങ്ങനെയുള്ള പല ഹിക്മത്തുകളുണ്ട്. അല്ലാഹു ഇങ്ങനെ കുറച്ചായി ഖുർആൻ അവതരിപ്പിച്ചതിന്റെ പിന്നിൽ. പിന്നെ എന്തിനെ കുറിച്ചാണ് ലൈലത്തുൽ ഖദ്റിൽ ഇറക്കിയത് എന്ന് പറഞ്ഞിട്ടുള്ളത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ മറ്റു ചില സഹാബിമാരും പറയുന്നതായി ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല ഉദ്ധരിക്കുന്നു.
أنزل الله القرآن جملة واحدة من اللوح المحفوظ إلى بيت العزة. الله لوح المحفوظ لنا അവൻ്റെ അടുത്തുള്ള ഉമ്മുൽ കിതാബ് ലൗഹുൽ മഹ്ഫൂദ്, അതിൽ നിന്ന് ഒന്നാമത്തെ ആകാശത്തിലുള്ള ബൈത്തുൽ ഇസ്സ, ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്ന ഒരു ഭവനം ഭൂമിയുടെ അടുത്ത ആകാശത്തിലേക്കുണ്ട്. അതിലേക്ക് ഖുർആൻ ഇറക്കിയിട്ടുള്ളത് ഏത് രാത്രിയിലാണ്? ലൈലത്തുൽ ഖദറിലാണ്. പിന്നീട് ثم نزل مفصلا بحسب الوقائع في 23 سنة على رسول الله صلى الله عليه وسلم. പിന്നീട് 23 വർഷങ്ങളിൽ സന്ദർഭങ്ങൾക്കനുസരിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഇറക്കി കൊടുത്തു. അപ്പോൾ ലൈലത്തുൽ ഖദർ ഇറക്കി എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തിനെ കുറിച്ചാണ്? ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക് അല്ലാഹു ഒറ്റയടിക്ക് ഖുർആനിനെ ഇറക്കിയതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി സഹോദരങ്ങളെ, ഇമാം സഅദി റഹിമഹുല്ലാ ഈ ആയത്തിന്റെ ഈ ഒന്നാമത്തെ ആയത്തിന്റെ തഫ്സീറിൽ തന്നെ പറയുകയാണ്, അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ലൈലത്തുൽ ഖദർ കൊണ്ട് എന്ത് ചെയ്തു? വറഹിമല്ലാഹു ബിഹൽ ഇബാദ് റഹ്മതൻ ആമ്മ ലാ യഖ്ദിറുൽ ഇബാദു ലഹാ ശുക്റാ. ഈ ലൈലത്തുൽ ഖദർ കൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിച്ചു. നമുക്കതിന് നന്ദി കാണിക്കാൻ പറ്റാത്ത അത്രയും വലിയ അനുഗ്രഹമാണ് കാണിച്ചിട്ടുള്ളത്. വസുമ്മിയത് ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്ന പേര് വന്നിട്ടുള്ളത് ലഇളമി ഖദരിഹാ വഫദ്ലിഹാ ഇൻദല്ലാഹ്, അല്ലാഹുവിങ്കൽ ഈ രാത്രിക്കുള്ള ശ്രേഷ്ഠത കൊണ്ടാണ്. വലിഅന്നഹു യുഖദ്ദറു ഫീഹാ മാ യകൂനു ഫിൽ ആമി മിനൽ അജ്ലി വൽ അർസാഖി വൽ മഖാദിരിൽ ഖദരിയ്യ. അതുപോലെ നമ്മുടെ റിസ്ക്, ഒരു വർഷത്തേക്കുള്ള റിസ്ക്, ആയുസ്, ഇതിൽപ്പെട്ട പല കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത് ഈ രാത്രിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അസൽ മറക്കരുത്, അള്ളാഹു ആദ്യമേ തീരുമാനിച്ചു എന്ന് പറയുന്ന കാര്യം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ ലൈലത്തുൽ ഖദർ അത് നമുക്ക് നിഅമത്തായിക്കൊണ്ട് അള്ളാഹു എല്ലാ വർഷവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ ആ വർഷം, അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് മാത്രമല്ല, മറിച്ച് എല്ലാ വർഷവും അല്ലാഹു റബ്ബുൽ ആലമീൻ ഇത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലൈലത്തുൽ ഖദ്ർ ഖൈറു മിൻ അൽഫി ഷഹർ എന്ന് പറഞ്ഞാൽ ഫൽ അമലു അല്ലദീ യഖഉ ഫീഹാ ഖൈറു മിനൽ അമലി ഫീ അൽഫി ഷഹർ. 1000 മാസത്തെക്കാളും പുണ്യകരമാണെന്ന് പറഞ്ഞാൽ ഈ രാത്രി ചെയ്യുന്ന അമൽ 1000 മാസത്തെക്കാളും പുണ്യകരമാണ്. സുബ്ഹാനല്ലാഹ്, 1000 മാസം ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന ഖൈറിനേക്കാളും കൂടുതലാണ് ഈ രാത്രി അമൽ ചെയ്താൽ കിട്ടുക എന്ന് തന്നെയാണ് അതിന്റെ വ്യാഖ്യാനം എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വഹാദാ മിമ്മാ തതഹയ്യറു ഫീഹിൽ അൽബാബ് വതൻദഹിശു ലഹുൽ ഉഖൂൽ. ഇത് കേട്ടാൽ നമ്മളാകെ അത്ഭുതപ്പെട്ടു പോകും. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണിത്. ഒരു രാത്രി അതിന്റെ പ്രതിഫലം എത്രയാണ്? 1000 മാസം ചെയ്യുന്ന അമലുകളെക്കാളും. ഒരു മനുഷ്യൻ അയാളുടെ ആയുസ് മുഴുവൻ, ഏകദേശം ഒരാളുടെ ആയുസ് വളരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തിന്റെ ആയുസ് എത്രയാണ്? 60ന്റെയും 70ന്റെയും ഇടയിലാണ് ശരാശരി ആയുസ്. അത് വിട്ടുകിടക്കുന്നവർ കുറവാണ്. 80 വയസ്സ് വരെ ജീവിച്ച ഒരാൾ അയാളുടെ ജീവിതം മുഴുവൻ ചെയ്യുന്ന അമലിനേക്കാളും ഖൈർ ഈ രാത്രി അമൽ ചെയ്യുന്ന ഒരാൾക്ക് കിട്ടും. അതൊരു വർഷം മാത്രമാണുള്ളത്? അല്ല, എല്ലാ വർഷവും. സുബ്ഹാനല്ലാഹ്, ഇതാണ് ഈ രാത്രി അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഏർപ്പെടുത്തി തന്നിട്ടുള്ളത്. ഇത്രയും വലിയ അനുഗ്രഹമാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. എപ്പോഴാണ് ഈ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്? ഇത് റമളാനിലെ അവസാനത്തെ 10ലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് കൃത്യമായി ഏത് രാത്രിയായിരുന്നു എന്ന് അല്ലാഹു ആദ്യം അറിയിച്ചു കൊടുത്തിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സമയത്ത് 2 ആളുകൾ പരസ്പരം തർക്കിക്കുന്നത് കണ്ടു. പരസ്പരം തർക്കിക്കുകയാണ്, സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അത് മറപ്പിച്ചു കളഞ്ഞു. ഇത് കണ്ടു, അതോടെ മറന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് നിങ്ങൾക്ക് ഒരു പക്ഷെ ഖൈറായേക്കാം എന്ന് പറഞ്ഞു.
ശരി, അതെന്തുകൊണ്ടാണ്, അതിൻ്റെ പിന്നിലൊക്കെയുള്ള ഹിക്മത്ത് എന്താണ്, അതൊക്കെ ഞാൻ വായിക്കാം. അത് നേരെ ഈ ആയത്തുകൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഒരായത്തും അതിൻ്റെ തഫ്സീർ എന്ന നിലക്കുള്ള ഹദീസുകളും പറയും. നമ്മൾ ഹദീസുകളിലേക്ക് നേരെ കടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആയത്തുകളുടെ തഫ്സീർ അതിലേക്ക് പണ്ഡിതന്മാർ യോജിപ്പിച്ചത് ഞാനപ്പോൾ പറയാം. ഒന്ന്, ഇമാം തയാലിസി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ല അദ്ദേഹം ഈ ഹദീസ് സഹീഹാണെന്ന് അദ്ദേഹത്തിൻ്റെ സിൽസിലത്തുൽ അഹാദീസ് സഹീഹയിൽ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال في ليلة القدر رسول الله ليلة القدر نكرج برنو إنها ليلة سابعة أو 29 അത് 27 അല്ലെങ്കിൽ 29 ആണ്. 27 അല്ലെങ്കിൽ 29. 27 കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ ആരെയും കാണില്ല. കഴിഞ്ഞു, റമദാനേ കഴിഞ്ഞു എന്ന മട്ടിലാണ്. 27 കഴിഞ്ഞാൽ പിന്നെ ആളുകളുടെ അവസ്ഥ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ് എന്താ ഉള്ളത്? അത് 27 അല്ലെങ്കിൽ 29. സഹോദരങ്ങൾ, ഈ ഹദീസ് മാത്രമായി മനസ്സിലാക്കരുത്. ഇങ്ങനെ പല റിവായത്തുകൾ വന്നിട്ടുണ്ട്. മുൻഗാമികൾ അഭിപ്രായപ്പെട്ടത് കാണാം. ചിലപ്പോൾ അത് 21, 23, 25, 27, 29. ചില ആളുകൾ ഇരട്ട രാവുകളാണ് എന്ന് മനസ്സിലാക്കിയ മുൻഗാമികളുണ്ട്. മനസ്സിലായില്ലേ? അത് ഒറ്റയിട്ടത് മാത്രമല്ല, അല്ലാത്തത് ഷഫയിലും അത് പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വഷഫൈ വൽ വത്ർ. വത്ർ എന്താണ്? ഒറ്റ. ഷഫ എന്താണ്? ഇരട്ടയാണ്. ഒറ്റയും ഇരട്ടയും അതിനെ സത്യം ചെയ്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇതിങ്ങനെ വ്യത്യസ്തമായി പല റിവായത്തുകൾ വന്ന് സഹാബിമാർ സ്വപ്നം കണ്ടത് കാണാം 27-നാണ്, 25-നാണെന്ന് പറഞ്ഞത് കാണാം. 21-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലക്ഷണം പറഞ്ഞു, ഞാൻ സ്വപ്നം കണ്ടു. എന്താണ്? ഞാൻ മണ്ണിലും വെള്ളത്തിലും സുജൂദ് ചെയ്യുന്നത് സ്വപ്നം കണ്ടു ലൈലത്തുൽ ഖദറിൽ. സഹാബിമാർ അതുപോലെ 21-ന്റെ അന്ന് രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. എങ്ങനെയാണ് കണ്ടത്? മഴ പെയ്തു, നല്ല മഴ. പള്ളിയിൽ ഇങ്ങനത്തെ പള്ളിയല്ലല്ലോ, ചോർന്നു നിൽക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് ചെയ്തതിൻ്റെ അടയാളം മണ്ണും വെള്ളവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിയിൽ സഹാബിമാർ 21-ന് കണ്ടത് കാണാം. അങ്ങനെ സഹാബിമാർ തന്നെ പല രാത്രികളായി ഇതിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുക അവസാനത്തെ 10-ലാണ്. ഒറ്റയിട്ട് രാവുകളിലാണ് കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെ തന്നെ മനസ്സിലാക്കുക. അത് നമുക്ക് അല്ലാഹു അറിയിച്ചു തരാതിരുന്നത് നിങ്ങൾക്ക് ഖൈറായേക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ശരി, ഈ ഹദീസിൽ വന്നിട്ടുള്ളത് എന്താണ്? 27-ന് അല്ലെങ്കിൽ 29-ന് പ്രത്യേകം പറഞ്ഞു. 27-ന് അല്ലെങ്കിൽ 29-ന്. അപ്പോൾ അത് ഇനി നമുക്കതിനുള്ള അവസരം കഴിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. മാത്രമല്ല, ഇനിയാണ് നമ്മൾ അടുത്ത ആയത്തിന്റെ തഫ്സീർ വരുന്ന ഭാഗം ഈ ഹദീസിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വ ഇന്നൽ മലായിക, തീർച്ചയായും മലക്കുകൾ, തിൽക്കൽ ലൈല, ആ രാത്രിയിൽ, ഫിൽ അർദി, ഭൂമിയിലുണ്ടാകും. മലക്കുകൾ ആ രാത്രി ഭൂമിയിലുണ്ടാകും. എത്രയാണെന്നോ? അക്സറു മിൻ അദദിൽ ഹസാ, ഭൂമിയിൽ എത്ര കല്ലുകളുണ്ടോ അതിന്റെ എണ്ണത്തെക്കാളും അധികം. ഭൂമിയിൽ എത്ര കല്ലുകളുണ്ട് എണ്ണാൻ പറ്റും ആർക്കെങ്കിലും? അതിന്റെ എണ്ണത്തെക്കാളും അധികം മലക്കുകൾ ഭൂമിയിലുണ്ട് ഈ ലൈലത്തുൽ ഖദറിൽ. സാധാരണ മലക്കുകളുടെ അവരുടെ വാസം, അവരുടെ സ്ഥലം എവിടെയാണ്? ആകാശലോകത്താണ്. മലക്കുകളുടെ സ്ഥലം സമായിലാണ്. അവർ കൂടുതലുമുള്ള സമായിലാണ്. അവിടെ 4 വിരൽ വെക്കാനുള്ള സ്ഥലമില്ല ആകാശത്തിൽ എവിടെയും, ഒരു മലക്ക് അവിടെ സുജൂദ് ചെയ്തിട്ടല്ലാതെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവരുടെ എണ്ണം സുബ്ഹാനല്ലാഹ്, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത എണ്ണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല ഹദീസുകളിലും വന്നിട്ടുള്ളത്. ബൈത്തുൽ മഅമൂർ എന്ന ആകാശലോകത്തെ കഅബ, ആകാശലോകത്തെ കഅബയാണ് ബൈത്തുൽ മഅമൂർ. അത് താഴേക്ക് വീണിരുന്നുവെങ്കിൽ കഅബയുടെ മുകളിൽ വീഴുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലൗ ഖറ ലഖറ അലൈഹാ, മിഅ്റാജിന്റെ രാത്രിയിൽ അതിൽ ചാരിയിരിക്കുന്ന നിലയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ കണ്ടത്?
ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. കഅബയുടെ ആളാരാ? ഇബ്രാഹിം നബിയാണല്ലോ. കഅബ, ആകാശലോകത്തെ കഅബ, ബൈത്തുൽ മഅമൂർ, അതിൽ ചാലിയിരിക്കുകയായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമ്പോൾ. ആ ബൈത്തുൽ മഅമൂറിൽ ഓരോ ദിവസവും 70,000 മലക്കുകൾ പ്രവേശിക്കും. ഒരിക്കൽ പ്രവേശിച്ച മലക്കുകൾ പിന്നെ പ്രവേശിക്കുകയില്ല. ഓരോ ദിവസവും 70,000. സുബ്ഹാനല്ലാഹ്, എത്രയായിരിക്കും അവരുടെ എണ്ണം? ഈ രാത്രിയിൽ ഭൂമിയിൽ ഉണ്ടാകും മലക്കുകൾ, റഹ്മത്തിന്റെ, ബറക്കത്തിന്റെ, കാരുണ്യത്തിന്റെ മലക്കുകൾ ഭൂമിയിലെ കല്ലുകളുടെ എണ്ണത്തെക്കാളും. ഹസ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കല്ലുകൾക്കാണ് എന്ത് പറയുക? ഹസ എന്ന് പറയുക. വലിയ കല്ലുകൾക്കല്ല, അതിന് ഹിജാറ എന്നൊക്കെയാണ് പറയുക. ഹസ പറഞ്ഞാൽ ചെറിയ കല്ലുകളാണ്. ഒരു കവിതയിൽ കാണാം, ഇന്നൽ ജിബാല മിനൽ ഹസ. നീ പാപങ്ങളെ നിസാരമാക്കി കാണരുത്, കാരണം ഇന്നൽ ജിബാല മിനൽ ഹസ, പർവ്വതങ്ങൾ ചെറിയ ചെറിയ കല്ലുകൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ചെറിയ പാപങ്ങൾ കൂടി കൂടി വലിയ മല പോലെയാകും. അതുകൊണ്ട് നീ ചെറിയ പാപങ്ങളെ നിസാരമായി കാണരുത് എന്ന അർത്ഥത്തിലുള്ള ഒരു കവിതയിൽ കാണാം. ഹസ എന്ന് പറഞ്ഞാൽ ചെറിയ കല്ലുകളാണ്. ആ കല്ലുകളെക്കാളും അധികം എണ്ണം മലക്കുകൾ ഈ ഭൂമിയിലുണ്ട്. അതാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, തനസ്സലുൽ മലായിക വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അല്ലാത്തപ്പോഴും ഭൂമിയിൽ മലക്കുകൾ ഇറങ്ങുന്നുണ്ട്. പിന്നെന്തിനാണ് ആ രാത്രി പ്രത്യേകം ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുള്ളത്? ഇമാം സഅദി റഹ്മഹുല്ലാ തഫ്സീറിൽ പറയുകയാണ്, മറ്റുള്ള ഉലമാക്കളും പറഞ്ഞിട്ടുള്ളത്, യക്സുറു നുസൂലുഹും ഫീഹാ എന്ന് പറഞ്ഞാൽ അന്ന് അവരുടെ ഇറക്കം വളരെ കൂടുതലാണ്, വളരെ അധികമായി ഇറങ്ങും. അതിനാണ് അല്ലാഹു എന്ത് പറഞ്ഞത്? തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ എന്ന് പറഞ്ഞാൽ അന്ന് മാത്രമേ ഇറങ്ങൂ എന്നല്ല, അന്ന് ധാരാളമായി ഇറങ്ങും എന്നാണ് അതിന്റെ അർത്ഥം. ഇനി നോക്കൂ നിങ്ങൾ, അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത്, ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാമുൻ. അത് ആ രാത്രി സമാധാനമാണ്, അതുപോലെ സുരക്ഷിതമാണ്. മിൻ കുല്ലി അംരിൻ സലാം എന്ന് ചില ആളുകൾ പാരായണം ചെയ്തിട്ടുണ്ട്. അങ്ങനെയും ഖിറാഅത്ത് വന്നിട്ടുണ്ട്. മിൻ കുല്ലി അംരിൻ സലാം, എല്ലാ കാര്യത്തിൽ നിന്നും സുരക്ഷിതമാണ്. എന്തിൽ നിന്നൊക്കെ സുരക്ഷിതമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ്. عن عبادة بن الصامت رضي الله عنه أن رسول الله صلى الله عليه وسلم قال. إمام أحمد رواية ചെയ്ത ഹദീസാണ്. عبادة بن الصامت رضي الله عنه പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്റിൽ ബവാഖി. ബാക്കിയുള്ള 10ലാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ അവസാനത്തെ 10ലാണ്. മൻ ഖാമഹുന്ന ഇബ്തിഗാഅ ഹിസ്ബതിഹിന്ന فإن الله يغفر له ما تقدم من ذنبه وما تأخر. ആരെങ്കിലും ആ രാത്രി എണീറ്റു നിന്നാൽ, നമസ്കാരത്തിനു വേണ്ടി, അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി ആരെങ്കിലും ആ രാത്രി ജീവിപ്പിച്ചാൽ, ഇബ്തിഗാഅ ഹിസ്ബതിഹിൻ, അന്നത്തെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്, فإن الله يغفر له ما تقدم من ذنبه وما تأخر, അവന്റെ പാപങ്ങളിൽ മുൻകഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും അല്ലാഹു റബ്ബുൽ ആലമീൻ പുറത്തു കൊടുക്കുന്നതാണ്. വഹിയ ലൈലത്തു വിത്രിൻ, അത് ഒറ്റയിട്ട രാത്രിയാണ്. തിസ്ഇൻ ഔ സബഇൻ ഔ ഖാമിസത്തിൻ ഔ സാലിസത്തിൻ ഔ ആഖിരി ലൈലത്തിൻ. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയിട്ടതെല്ലാം എണ്ണി പറഞ്ഞു ഈ ഹദീസിൽ. 29, 20 ഇങ്ങോട്ടാണ് എണ്ണുന്നത്. ആദ്യം തന്നെ എണ്ണിയത് ഏതാപ്പോ? 29, 29ാമത്തത്, അല്ലെങ്കിൽ 27ാമത്തെ, 25ാമത്തെ, 23ാമത്തെ, അല്ലെങ്കിൽ അതിൽ അവസാനത്തത് എന്ന് പറഞ്ഞാൽ 21ാമത്തത്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, ഇന്ന അമാറത ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ അതെന്താണ്? അന്നഹ സാഫിയ ബൽജ, അത് സാഫിയത്താണ്, വളരെ വൃത്തിയുള്ള, സാഫിയത്ത പരിശുദ്ധമായ ഒരു രാത്രിയാണ് എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ രാത്രിയാണ്. ബൽജത്തുൻ, ബൽജത്തുൻ എന്നും ബുൽജത്തുൻ എന്നും വായനയുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രകാശമുള്ളതായിരിക്കും. ചന്ദ്രൻ ഉണ്ടാവോ? ഇല്ലല്ലോ. 15 കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രൻ ചെറുതായി ഇല്ലാതായി പോവുകയാണ്. പക്ഷേ എന്നാലും വെളിച്ചമുണ്ടാകും. അതുപോലെ സാഫിയത്തുൻ, തെളിഞ്ഞ ആകാശമായിരിക്കും. അതുപോലെ തന്നെ കഅന്ന ഫീഹാ ഖമറൻ സാതിഅ, നല്ല പ്രകാശപൂരിതമായ ഒരു ചന്ദ്രൻ ഉണ്ടെന്നതുപോലെ. ചന്ദ്രൻ
ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അവസാനമാകുമ്പോഴേക്കും ചന്ദ്രൻ കാണുകയില്ല നമ്മൾ. പിന്നെ അടുത്ത മാസത്തേക്ക് പുതിയ വരണം. പക്ഷേ ചന്ദ്രനുണ്ട്. എങ്ങനത്തെ ചന്ദ്രനാണ്? സാത്യാൻ, നല്ല പ്രകാശമുള്ള തെളിഞ്ഞ ചന്ദ്രൻ ഉണ്ട് എന്നതുപോലെ ഉണ്ടെന്ന് തോന്നിപ്പോകും. പക്ഷെ ഉണ്ടാവുകയില്ല. നല്ല തെളിഞ്ഞ ആകാശമായിരിക്കും, വെളിച്ചമുണ്ടാകും. സാകിനത്തുൻ സജിയ, എന്തോ ഒരു ശാന്തത അന്ന് ഉണ്ടാകും. സാകിന, ശബ്ദങ്ങളൊന്നുമില്ലാത്ത, സജിയ, വളരെ നിശബ്ദമായ ഒരു രാത്രിയായിരിക്കും അത് ആ രാത്രിയുടെ പ്രത്യേകതയാണ്. അതുകൊണ്ടൊക്കെയാണ് സലാമുൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. സമാധാനമാണ്. അതുപോലെ പല കാര്യങ്ങളിൽ നിന്നും സുരക്ഷിതമാണ്. സാധാരണ ഉണ്ടാകുന്ന പലതും ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, ലാ ബർദ ഫീഹാ വല ഹർ, അന്ന് തണുപ്പുണ്ടാവുകയില്ല, ചൂടും ഉണ്ടാവുകയില്ല. ആ രാത്രിയുടെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്. തണുപ്പില്ല, ചൂടുമില്ല. വല യഹില്ലു ലികൗകബിൻ യുർമാ ബിഹി ഫീഹാ ഹത്താ യുസ്ബിഹ്, അതുപോലെ തന്നെ സാധാരണ അല്ലാഹു റബ്ബുൽ ആലമീൻ നക്ഷത്രങ്ങളെ കൊണ്ട് എറിയാറുണ്ട്. ആരെ? ശൈത്താനെ. അതുകൊണ്ടാണ് അവന് റജീം എന്ന പേര് തന്നെ വന്നിട്ടുള്ളത്. റജീം എന്ന് പറഞ്ഞാൽ എന്താ? ശപിക്കപ്പെട്ടവൻ നമ്മൾ അർത്ഥം പറയും. അതുപോലെ ആ വാക്കിന്റെ അർത്ഥം തന്നെയാണ് എറിയപ്പെട്ടവൻ. റജമ, എറിഞ്ഞു. റജിമ് നടപ്പാക്കണം എന്ന് പറയും അല്ലെ? വ്യഭിചരിച്ച ആളുകൾക്ക് റജിം, അവരെ എറിയുന്ന ശിക്ഷ നടപ്പാക്കണം. അപ്പൊ റജീം എന്ന് പറഞ്ഞാൽ എറിയുക, ശൈത്താനെ എറിയുക. ഖത്താദ റഹിമഹുല്ലാ, അദ്ദേഹത്തെ പോലുള്ള മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്, 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു നക്ഷത്രങ്ങളെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന്, സീനത്തുൽ ലിസ്സമ, ആകാശത്തിന് അലങ്കാരം, ആകാശത്തിൽ ഭംഗിയുള്ളത് നക്ഷത്രങ്ങളുള്ളത് കൊണ്ട്. രണ്ടാമത്തത്, വഴി അറിയാൻ, ദിശ മനസ്സിലാക്കുവാൻ. കടലിലും കരയിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ മുൻഗാമികളായ ആളുകൾ ദിശ മനസ്സിലാക്കിയിരുന്നത് എന്തിനെ നോക്കിയിട്ടാണ്? നക്ഷത്രങ്ങളെ നോക്കിയിട്ടാണ്. മൂന്നാമത്തേത്, ശൈത്താന്മാരെ എറിയുവാൻ, മലക്കുകളുടെ സംസാരം കട്ടുകേൾക്കാൻ വരുന്ന പിശാചിനെ എറിയുവാൻ. വഹിഫ്ളൻ മിൻ കുല്ലി ശൈത്താനിൻ മാരിദ് ഇല്ലാ മൻ ഖതിഫൽ ഖത്ഫത ഫഅത്ബഅഹു ശിഹാബുൻ സാഖിബ്. അല്ലാഹു സൂറത്ത് സാഫാത്തിൽ പറഞ്ഞു, സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞു, ഇന്നാ സയ്യന്ന സമാഅ അദ്ദുനിയ. എന്താണ് ആയത്ത്? تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. هكذا ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين. ശൈത്താന്മാരെ അറിയുവാൻ നാം നക്ഷത്രങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ ശൈത്താനെ അറിയുവാൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നാം ഖത്താദയെ പോലെയുള്ള മുൻഗാമികൾ പഠിപ്പിച്ചു, ഇതല്ലാത്ത വേറെ എന്തിനെങ്കിലും നക്ഷത്രം പറ്റുമെന്ന് ആരെങ്കിലും വാദിച്ചാൽ, എന്താണ് വാദിക്കുന്നത്? നക്ഷത്രം, ഏതാങ്ങളുടെ നക്ഷത്രം? എൻ്റെത് അശ്വതി, എൻ്റെത് കാർത്തിക. എന്നിട്ട് വാരഫലം പത്രത്തിൽ നോക്കൂ. നക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നോക്കുന്നത്. ഇന്ന് ഈ ആഴ്ച നിങ്ങൾക്ക് എങ്ങനെ, ഈ ആഴ്ച നിങ്ങൾക്ക് ഒന്നുകിൽ ലാഭമുണ്ടാകും, അല്ലെങ്കിൽ ജോലിക്കയറ്റമുണ്ടാകും, അല്ലെങ്കിൽ ധനനഷ്ടം, മാനഹാനി എന്ന് പറഞ്ഞത് നോക്കുന്ന വിശ്വസിക്കുന്ന ആൾ കുഫറാണത്. ഇസ്ലാമിന് പുറത്തു പോകും. അത് വായിച്ച് വിശ്വസിച്ചാൽ ഇസ്ലാമിന് പുറത്തു പോകും. ആരെങ്കിലും ഇൽമുൻ നുജൂം അത് പഠിക്കാൻ ശ്രമിച്ചാൽ അവൻ പഠിക്കുന്നത് സിഹറാൻ, സാദമാസാദ്. അത് എത്ര കൂടുതൽ പഠിക്കുന്ന അത്രയും അവൻ സിഹറാണ് പഠിക്കുന്നത്. സിഹർ പഠിക്കൽ കുഫറാണ്. ഇസ്ലാമിന് പുറത്തു പോകും. ആണ് ജ്യോത്സ്യൻ. എത്ര ആളുകളുണ്ട് ജ്യോത്സ്യം? നക്ഷത്രം നോക്കുന്ന എത്ര മുസ്ലിങ്ങളുണ്ട്? നക്ഷത്രം എഴുതി വെക്കുന്ന കുട്ടി ജനിച്ചാൽ വേഗം കലണ്ടർ പോയി നോക്കും, ഇന്ന് ഏതാണ് നക്ഷത്രം എന്ന് നോക്കുന്ന എത്ര മുസ്ലിമുകളുണ്ട്? തൗഹീദ് ഉണ്ടെന്ന് പറയുന്ന ആളുകൾ വരെ ചില ആളുകളുടെ വായിൽ ഇങ്ങനത്തെ വർത്താനം കേൾക്കും. ഇന്ന് 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 അവനൊരു ശനിയാണ്. ശനി നക്ഷത്രത്തിന്റെ പേരാണ്. കണ്ടക ശനി, ഇന്ന് ചൊവ്വാദോഷം, ഇതൊക്കെ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ വരെയുണ്ട്. അപ്പോൾ ഇങ്ങനെ, എന്നാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ശൈത്താൻ എറിയാൻ നക്ഷത്രത്തെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ഏറുണ്ടാവുകയില്ല. ഏത് രാത്രി? ലൈലത്തുൽ ഖദറിന്റെ രാത്രി. ശൈത്താനും അന്ന് അവന്റെ പല പ്രവർത്തനങ്ങളും നടക്കുകയില്ല എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഹത്താ യുസ്ബിഹ് വഅന്ന അമാറതഹ, അതുപോലെ അതിന്റെ ലക്ഷണമാണ് അന്ന ശംസ സബീഹതിഹ തഖ്റുജു മുസ്തവിയ, അതുപോലെ ആ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ പകലിൽ അതിനും പ്രത്യേകതയുണ്ട്. എന്താണ്? അന്നത്തെ സൂര്യൻ, രാവിലെ ഉദിക്കുന്ന സൂര്യൻ വളരെ വ്യക്തമായിരിക്കും. ലൈസ ലഹ ശുആഉൻ, രാവിലെ അതിന് കിരണങ്ങൾ കാണുകയില്ല, മറിച്ച് സൂര്യന് മാത്രം വ്യക്തമായി കാണാവുന്ന നിലക്ക് സൂര്യൻ വളരെ ക്ലിയറായി ഉണ്ടാകും. അതിന് ശുആ, കിരണങ്ങൾ അന്ന് കാണുകയില്ല രാവിലെ നോക്കിയാൽ. അതുപോലെ എങ്ങനെയാണത്? മിസ്ലൽ ഖമരി ലൈലത്തുൽ ബദർ, ലൈലത്തുൽ ബദറിന്റെ അന്ന് എന്ന് പറഞ്ഞാൽ പൗർണമി രാവിലെ ചന്ദ്രൻ വളരെ വ്യക്തമായി കാണുന്ന 14 രാവെന്ന് നമ്മൾ പറയുന്ന മാസത്തിന്റെ പകുതി, അന്ന് ചന്ദ്രൻ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ലൈലത്തുൽ ഖദറിന്റെ രാവിലെയുള്ള സൂര്യൻ. വളരെ വ്യക്തമായി കാണും. കിരണങ്ങളുണ്ടായാൽ നമുക്ക് നോക്കാൻ പറ്റുകയില്ല. അങ്ങനെയല്ല, വളരെ വ്യക്തമായി 14 രാവിലെ ചന്ദ്രനെ പോലെ അന്നത്തെ രാവിലെ സൂര്യനെ കാണാം. വലാ യഹില്ലു ലിശൈത്താനി അൻ യഖ്റുജ മഅഹാ യൗമഇദിൻ, അന്ന് ശൈത്താന് അതിന്റെ കൂടെ പ്രത്യക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. ശൈത്താന്റെ 2 കൊമ്പുകൾക്കിടയിലാണ് സൂര്യൻ ഉദിക്കുന്നത്. അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ആ നേരത്ത് നിസ്കരിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് കാരണമില്ലാതെ പ്രത്യേകം സുന്നത്ത് നമസ്കരിക്കരുത്. അത് ഉദിച്ചു ഉയർന്നാലല്ലാതെ, ഉദിച്ചൊരു കുന്തത്തോളം ഉയർന്നിട്ടല്ലാതെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നമസ്കരിക്കരുത്. അതുപോലെ തന്നെയാണ് അസ്തമിക്കുന്ന സമയത്തും സൂര്യൻ നേരെ തലക്ക് മുകളിലാവുന്ന സമയത്തും. സൂര്യൻ ആരാധിക്കുന്ന ആളുകളുടെ ആരാധനയുടെ സമയമാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കാരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ശൈത്താൻ അതിന്റെ കൂടെ അന്ന് പുറപ്പെടുകയില്ല. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലൈലത്തുൽ ഖദറിന്റെ ലക്ഷണങ്ങളായി പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, അത് അന്ന് സമാധാനമായിരിക്കും, സുരക്ഷിതമായിരിക്കും. പലതിൽ നിന്നും ആ രാത്രി സുരക്ഷിതമായിരിക്കും. സാധാരണ ഉണ്ടാകുന്ന പലതും ഉണ്ടാവുകയില്ല. ഇനി സഹോദരങ്ങളെ, ഈ രാത്രിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖറജ്തു ലിഉഖ്ബിറകും ബിലൈലത്തിൽ ഖദർ, ഞാൻ ഇപ്പൊ നിങ്ങളത്തേക്ക് വന്നത് എന്തിനാണെന്നോ സഹാബിമാരോട് പറയുകയാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ലൈലത്തുൽ ഖദർ ഏതാണ് രാത്രി എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയായിരുന്നു. കൃത്യമായി ഏതാണ് രാത്രി എന്ന് പറഞ്ഞു തരാനായിരുന്നു വന്നത്. പക്ഷേ ഫതലാഹ ഫുലാൻ വ ഫുലാൻ, പക്ഷെ ഇന്നൊരുവൻ വേറൊരുത്തൻ, ഇവർ രണ്ടുപേരും പരസ്പരം തർക്കിക്കുന്നത് ഞാൻ കണ്ടു. ഇത് പറഞ്ഞു തരാൻ വേണ്ടി വരും. ഫറുഫിഅത്, അപ്പോൾ അത് ഉയർത്തപ്പെട്ടു. ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഏത് രാത്രിയാണ് കൃത്യം എന്നത് ഉയർത്തപ്പെട്ടു എന്നാണ്, അല്ലാതെ ലൈലത്തുൽ ഖദർ ഉയർത്തപ്പെട്ടു എന്നല്ല. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ. അവരെന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? ലൈലത്തുൽ ഖദർ കഴിഞ്ഞു, ഇനി ലൈലത്തുൽ ഖദർ ഇല്ല. ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പ്രത്യേകം പറഞ്ഞു. എന്താണ് അദ്ദേഹം പറഞ്ഞു? ഇത് റുഫിഅത്തിൽ ഇൽം, ആ ഇൽമാണ്, ആ തഅയീൻ ചെയ്തിട്ടുള്ള ഏതാണ് രാത്രി എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഇൽമാണ് ഉയർത്തപ്പെട്ടിട്ടുള്ളത്. ലാ കമാ തഖൂലു ജഹലത്തു ഷിയ, വിഡ്ഢികളായ ഷിയാക്കൾ പറയുന്നത് പോലെയല്ല എന്ന് ഇബ്നു കസീർ പ്രത്യേകം പറയും. ഷിയാക്കൾ പറഞ്ഞെന്താ? കഴിഞ്ഞു, ഇനി ഇല്ല. റുഫിഅത്ത് പറഞ്ഞാൽ ഉയർത്തപ്പെട്ടു, ലൈലത്തുൽ ഖദറിന് പോയി എന്നാണ്. അങ്ങനെയല്ല, മറിച്ച് ആ ഇൽമാണ് ഉയർത്തപ്പെട്ടിട്ടുള്ളത്. ഏതാണ് കൃത്യമായ രാത്രി എന്നതാണ് ഉയർത്തപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അസാ യകൂന ഖൈറൻ ലക്കും, അത് നിങ്ങൾക്കൊരു പക്ഷേ ഖൈറായേക്കാം എന്ന് പറഞ്ഞു. നോക്കൂ സഹോദരങ്ങളെ, ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല നമ്മൾ വളരെ കൃത്യമായി, പ്രത്യേകിച്ച് ഈ കാലത്ത്, ഫിത്നയുടെ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇബ്നു കസീർ ഇതിന്റെ കൂടെ പറഞ്ഞു. ഇദാ ഫീഹി ഇസ്തിനാസുൻ, ഈ സംഭവത്തിൽ ഉപോത്ഫലകമായ തെളിവുണ്ട്. എന്തിനാണ്? ഒരു വളരെ മഹത്തായ ഒരു തത്വം. എന്താണ് ആ തത്വം? ഇന്നൽ മുമാറാത്ത് തഖ്തഉൽ ഫായിദ വൽ ഇൽമ നാഫിഅ, തർക്കങ്ങൾ, കുഴപ്പങ്ങൾ അത് മുറിച്ചു കളയും, ഇല്ലാതാക്കി കളയും. എന്തിനെ? അൽ ഫായിദ, ഉപകാരം ഇല്ലാണ്ടാക്കി കളയും. അതുപോലെ വൽ ഇൽമ നാഫിഅ, ഉപകാരപ്രദമായ വിജ്ഞാനം, അതിനെ തന്നെ ഇല്ലാതാക്കി കളയും. എന്ത്? തർക്കങ്ങൾ.
എന്ന് പറയുന്ന തത്വത്തിന് തെളിവുണ്ട് ഈ സംഭവത്തിൽ. വലിയ ഖൈറാണ് നഷ്ടപ്പെട്ടു പോയത്. എന്ത് കാരണത്താൽ? ഈ രണ്ടുപേർ തർക്കിച്ചു. അള്ളാഹു അതിനെയാണ് കാരണമാക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു വിവരവുമില്ലാതെ ഒന്നും അറിയാതെ ദീനിൽ തർക്കിക്കുന്ന ആളുകൾ, എന്തിൽ നിന്നും എനിക്ക് തർക്കിക്കാൻ എന്തെങ്കിലും വകയുണ്ടോ എന്ന് മാത്രം അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ, ഒരു ഇൽമുമില്ലാതെ തർക്കിക്കുന്ന ആളുകൾ, ഒരിക്കലും പാടില്ലാത്തതാണ് സഹോദരങ്ങളെ. നമുക്ക് ഒരുപാട് ഖൈർ നഷ്ടപ്പെടും. അതുകൊണ്ട് ഒരുപാട് നേരം നഷ്ടപ്പെടും, ഒരുപാട് ഇൽമു നഷ്ടപ്പെടും. നഷ്ടമല്ലാതെ പറഞ്ഞുണ്ടാകുക അനാവശ്യമായ തർക്കങ്ങൾ. ഈ ഇന്ന് നടക്കുന്ന തർക്കങ്ങളിൽ ബഹുഭൂരിപക്ഷവും അനാവശ്യമാണ്. ഒരാൾക്ക് നമ്മൾ സത്യം പറഞ്ഞു കൊടുത്തു, തൗഹീദ് മനസ്സിലാക്കാത്ത ഒരാൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്തു, നമസ്കാരത്തിന്റെ പ്രാധാന്യം അറിയാത്ത ഒരാൾക്ക് നമസ്കാരത്തിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്തു. അതൊക്കെ നല്ല ഉപദേശങ്ങളിൽപ്പെട്ടതാണ്. പക്ഷേ അതൊക്കെ വിട്ടുകടന്ന് അത് അനാവശ്യമായ തർക്കങ്ങളിലേക്ക് പോകുന്നത് എപ്പോഴാണെന്ന് അള്ളാഹു തൗഫീഖ് കൊടുത്ത നല്ല ബുദ്ധിയുള്ളവർ ആർക്കും മനസ്സിലാവും. ഒരാളുടെ സംസാരിക്കുമ്പോൾ അയാൾ സത്യം മനസ്സിലാക്കാനാണോ സംസാരിക്കുന്നത്, അതല്ല തർക്കിക്കാൻ വേണ്ടി തർക്കിക്കുകയാണോ എന്ന് ബുദ്ധിയുള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും. അതിനൊരു നിർവചനം പഠിപ്പിക്കുക, ഏതാണ് വേണ്ട തർക്കം ഏതാണ് വേണ്ടാത്ത തർക്കം എന്ന് നിർവചനം പറഞ്ഞ് പഠിപ്പിക്കാൻ കഴിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിഖാ. ഞാൻ ഉറപ്പു തരുന്നു, സ്വർഗത്തിന്റെ റബദിൽ, റബദ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ അറ്റത്ത്, ഓരത്ത്, സ്വർഗത്തിൽ ഒരു ചമ്മട്ടി വെക്കാനുള്ള സ്ഥലമെങ്കിലും അത് ദുനിയാവിലേക്കാളും അതിലുള്ളത് മുഴുവനേക്കാളും ഖൈറാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിന്റെ ഓരത്തൊരു വീടുണ്ടെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ആർക്കാണ്? ലിമൻ തറക്കൽ മിറാഅ, തർക്കമുപേക്ഷിച്ചവന്, ലിമൻ വഇൻ കാന മുഹിഖ, ന്യായം അവന്റെ ഭാഗത്തായിരുന്നിട്ട് കൂടി, സ്വന്തം ഭാഗത്താണ് ന്യായം എന്നിട്ട് കൂടി അത് തർക്കിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് തർക്കം ഒഴിവാക്കിയവന് സ്വർഗത്തിന്റെ ഓരത്തൊരു വീടുണ്ടെന്ന് ഞാനിന്റെ ഉറപ്പ് പറയുന്നു. വബിബൈത്തിൻ ഫീ വസതിൽ ജന്ന ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹ, സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീടുണ്ടെന്ന് ഞാനിന്റെ ഉറപ്പ് പറയുന്നു. ആർക്കാണെന്നോ? തമാശ പറയുമ്പോൾ പോലും കളവ് പറയാത്തവന്, കളവ് ഉപേക്ഷിച്ചവന്. തമാശ പറയുമ്പോൾ അവൻ കളവ് പറയാറില്ല. ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്ന ആളുകൾക്ക് വൈലുൻ വൈലുൻ വൈലുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചവന് നാശമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല, തമാശ പറയുമ്പോൾ പോലും തമാശ പറയും, പക്ഷേ സത്യം മാത്രമേ പറയുക. വബിബൈത്തിൻ ഫീ അഅലൽ ജന്ന ലിമൻ ഹസ്സന ഖുലുഖഹ, അതുപോലെ സ്വർഗത്തിന്റെ ഏറ്റവും മുകളിൽ, ഏറ്റവും ഉന്നതമായ സ്വർഗത്തിൽ ഒരു വീടുണ്ടെന്ന് ഞാൻ ഇതാ ഉറപ്പ് പറയുന്നു. ലിമൻ ഹസ്സന ഖുലുഖഹ, ആരാണോ സ്വന്തം സ്വഭാവം നന്നാക്കിയത്, മോശമായിരുന്ന സ്വന്തം സ്വഭാവത്തെ നന്നാക്കിയവൻ ആരാണോ അവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. സഹോദരങ്ങളെ, ഈ ഖൈർ പോലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് തർക്കം കൊണ്ടാണ്. ആ തത്വത്തിന് ഈ ഹദീസിൽ തെളിവുണ്ടെന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ആ തർക്കം പള്ളിയിൽ വെച്ചായിരുന്നു എന്ന് സഹീഹുൽ ബുഖാരിയിൽ കാണാം. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം ആ ഹദീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് പള്ളികൾ അതിനുള്ള സ്ഥലമല്ല എന്ന് ഇതിൽ സൂചനയുണ്ട്. ഇന്ന് പള്ളിയിൽ എന്തൊക്കെ നടക്കുന്നത്? സുബ്ഹാനല്ലാഹ്, തർക്കങ്ങൾ, കുഴപ്പങ്ങൾ, അടിയും, സംഘടനകളുടെ പാർട്ടി തെരഞ്ഞെടുപ്പും ചീത്തവിളിയും ഇതൊക്കെ നടക്കുന്നവിടെ പള്ളിയിലാണ്. മാഅല്ലാഹ്, വലിയ അപകടമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫലിഹാദ, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ചിലപ്പോൾ നമുക്ക് ഖൈറായേക്കാം, അതെപ്പോഴാണെന്ന് അറിയുകയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ദിവസവും നന്നായി പരിശ്രമിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വന്നിട്ടുള്ളത്, ഒരുപാട് ഹദീസുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅതകിഫുൽ അശറൽ അവാഖിറ മിൻ റമളാൻ ഹത്താ തവഫാഹു അല്ലാഹ് ثم اعتكف ازواجه من بعده. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10ൽ ഇഅ്തികാഫ് ഇരുന്നു, ഈ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ട്. ഇഅ്തികാഫ് വേറെ, ലൈലത്തുൽ ഖദർ വേറെ. പക്ഷേ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ട് ഇഅ്തികാഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നിരുന്നു. അവസാനത്തെ 10ൽ റസൂലുള്ളാഹ് വഫാത്താകുവോളം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാർ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നു എന്ന് കാണാം സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും.
അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്ർ അവസാനത്തെ 10 വന്നാൽ അഹ്യൽ ലൈൽ റസൂലുള്ള രാത്രി ജീവിപ്പിക്കുമായിരുന്നു വഅയ്ഖള അഹ്ല അവിടുത്തെ കുടുംബത്തെ വിളിച്ചുണർത്തുമായിരുന്നു വശദ്ദൽ മിഅ്സർ അരയുടുപ്പ് മുറുക്കി ഉടുക്കുമായിരുന്നു ഇതൊക്കെ എന്തിനെ പ്രതീക്ഷിച്ചിട്ടാണ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിട്ടാണ് എപ്പോഴാണെന്ന് അറിയുകയില്ല അതുകൊണ്ട് 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാക്കി അരയുടുപ്പ് മുറുക്കി ഉടുത്തു എന്ന് പറഞ്ഞാൽ അതിന് പല വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുമായി ബന്ധപ്പെട്ടിരുന്നില്ല ഇത്തികാഫിരിക്കുമ്പോൾ അത് പാടില്ലല്ലോ അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ് സൂറത്തുൽ ബഖറയിൽ വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ് നിങ്ങൾ ഇത്തികാഫിരിക്കാൻ അവരുമായി ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞു ഇത് അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്തു അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നത് സഹീഹ് മുസ്ലിമിൽ കാണാം യജ്തഹിദ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്രി മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒന്നും ചെയ്യാത്ത കഠിന പ്രയത്നം വളരെയധികം ഇബാദത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ചെയ്തിരുന്നു ഇതൊക്കെ എന്തിനാ പ്രതീക്ഷിച്ചിട്ടാണ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിട്ടാണ് അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു യാ റസൂലല്ലാഹ് ഇൻ വാഫഖ്തു ലൈലത്തുൽ ഖദർ ഫമാ അദ്ഉ അല്ലാഹുവിന്റെ റസൂലേ ഞാൻ ആ രാത്രിയുമായി യോജിച്ചു വന്നാൽ അല്ലെങ്കിൽ ആ രാത്രി പ്രതീക്ഷിക്കുമ്പോൾ ഞാൻ എന്താണ് ദുആ ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫൂൻ എന്നാണ് ചില ആളുകൾ അഫൂൻ എന്ന് പറയാറുണ്ട് അങ്ങനെയല്ല അല്ലാഹുമ്മ ഇന്നക അഫൂൻ ഫാഇന ലം അതുപോലെ വാവിന് ഷദ്ദ് വേണം ഇന്നക അഫൂൻ പിന്നെ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നക അഫൂൻ നീ ധാരാളമായി അഫു ചെയ്യുന്നവരാണ് ധാരാളമായി മാപ്പ് ചെയ്യുന്ന അഫുവൻ ആകുന്നു നീ തുഹിബ്ബുൽ അഫ്വ മാപ്പ് കൊടുക്കുന്ന വിട്ടുവീഴ്ച ചെയ്യുന്ന സ്വഭാവം അല്ലാഹുവേ നീ ഇഷ്ടപ്പെടുന്നു ഫഅഫു അന്നി അതുകൊണ്ട് എന്നോട് വിട്ടുവീഴ്ച ചെയ്യണേ മാപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു സഹോദരങ്ങൾ ഇങ്ങനെ ഒരുപാട് പാഠങ്ങൾ ഈ സൂറത്തിൽ നമുക്ക് ഈ സൂറത്തിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിരിക്കുന്നു അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ദീൻ നന്നായി പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ലൈലത്തുൽ ഖദറിന്റെ ഖൈർ ലഭിക്കുവാനുമൊക്കെ സൗഭാഗ്യം സിദ്ധിച്ചവരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അവസാനിപ്പിക്കുകയാണ് സല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു